നാക്ക് കണ്ടോ, അഴക് ഇടിക്കള്ളി. ആ ഉണ്ണി വയർ കാണുന്നുണ്ട്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. എന്ത് സൗണ്ട് വരുന്നത്? ലോഡായതാണ്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പ്രൈസിൻ്റെ കാര്യം, ലൈക്ക് ജിമ്മ് അടിപൊളിയാണ്, പ്രൈസ് ലൈക്ക് ആ മെഷീൻസിനൊക്കെ വെർത്താണ്. പക്ഷെ നമുക്ക് അത്രയും ദൂരം കൂടെ വരാനുണ്ട്. വൺ വേ തന്നെ 12 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നോക്കാം എങ്ങനെ ആവുമെന്ന്. പിന്നെ നമുക്കിനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ് സെറ്റ് ചെയ്യണം. ലൈക്ക് ചിക്കനും അങ്ങനെ സാധനം ഒന്നും വീട്ടിലിരിപ്പില്ല. അപ്പോൾ എല്ലാം മേടിക്കണം. ഈവൻ റൈസ് ആണെങ്കിൽ പോലും ബസ്മതി റൈസ് ഒന്നും ഇരിപ്പില്ല. ഇന്നത്തെ കാലറീസ് ആണെങ്കിൽ പോലും ഒരു ഏരിയ പോലും എത്തിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് സോർട്ട് ചെയ്യണം. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് അങ്ങനത്തെ കടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു സാധനം കൂടെ മേടിച്ചിട്ട് പോകാം. മാത്രമല്ല വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നത്തെ വ്ളോഗ് മൈക്ക് സീനായിരുന്നു. മൈക്കിൻ്റെ ചാർജ് തീർന്നായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മൾ സംസാരിച്ച് പറഞ്ഞു തരുന്ന കൂട്ട് പരിപാടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻട്രാക്ഷൻസോ അങ്ങനത്തെ സാധനം ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ എനിക്ക് എന്നാലും കട്ട് ചെയ്യേണ്ടി വരും. കാരണം ജിമ്മിലിട്ടേക്കുന്ന മ്യൂസിക് എല്ലാം കോപ്പിറൈറ്റ് പിടിക്കും. അതുകൊണ്ട് എനിക്ക് ആ മ്യൂസിക് എല്ലാം മാറ്റേണ്ടി വരും, മ്യൂട്ട് ആക്കേണ്ടി തന്നെ വരും. അപ്പോൾ എന്നാലും നമുക്കിനി ചിക്കൻ കട തപ്പിപ്പോവാം. നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു കോഴിക്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 പേർക്കും ചിക്കൻ്റെ ആവശ്യമുണ്ട്. നിനക്ക് ഡെയിലി എത്ര കട ചിക്കൻ ഇട്ടേക്കുന്നത്? കറി പീസ്. നിനക്ക് ഡെയിലി എത്രയാണ് ചിക്കൻ ഇട്ടേക്കുന്നത്? ശരിയാണെങ്കിൽ 1/2 കിലോ ആണോ? എനിക്കും 1/2 കിലോ ആയിരുന്നു തോന്നുന്നു. അത് 600 ഗ്രാമായിരുന്നു. എനിവേ അപ്പം നമ്മളൊരു 3.5 കിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. 3.5 കിലോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, അത് വെട്ടി കൈ വന്നു കഴിയുമ്പം 2.25 കിലോ കാണുള്ളൂ അല്ലേ? അപ്പോൾ കറക്റ്റ് കണക്ക് എനിക്ക് ഓർമ്മയില്ല. എന്നാലും നമ്മുടെ പ്രൈമറി പ്രോട്ടീൻ സോഴ്സ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ചിക്കനും മുട്ടയും തന്നെയാണ്. മുട്ട മേടിക്കുന്നത് വേറെ സ്ഥലത്തു നിന്നല്ലേ. തൽക്കാലം നാളെ പോയി മേടിക്കാമെന്ന്. ചിക്കൻ മതി തൽക്കാലം. അപ്പോൾ തൽക്കാലം ഒന്ന് ചെന്നിട്ട് ഇത് കഴുകി മാരിനേറ്റ് ചെയ്ത് സാധനം മാറ്റി വെക്കണം. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ചിക്കൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തായിരുന്നു, ബഡ്ജറ്റിലുള്ളൊരിത്. പക്ഷേ അന്നേരം ഞാൻ ജസ്റ്റ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ വെച്ച് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ടിങ്ങിൻ്റെ ഇതോ അതുപോലെ തന്നെ വേറെന്ത് ചാർജായിരുന്നു, ഈ വെയ് ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്കും പിന്നെ പപ്പും കൂടെ എല്ലാം പറിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി വെയിറ്റ് പോകുമല്ലോ, അതിനെപ്പറ്റി ഒന്നും ആടിയില്ലായിരുന്നു. കറക്റ്റ് കണക്ക് ഇപ്പോൾ കിട്ടിയത് പറയും. നമുക്കൊരു 3.5 കിലോ എടുത്തതിനകത്തുനിന്ന് വെട്ടി കഴിയുമ്പോഴത്തേനും പപ്പും കൂടെ എല്ലാം പോയി കഴിയുമ്പോഴത്തേനും ഒരു 2,400ഓളം കിട്ടും. അപ്പം ഇപ്പോൾ റേറ്റ് 124 1 കിലോയ്ക്ക്. അപ്പം നമ്മൾ 440 രൂപയാണ് നമുക്ക് 3.5 കിലോ കോഴി എടുത്ത് വെട്ടി 2,400 കിട്ടിയപ്പം ഉള്ള റേറ്റ്. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ പോയാലും ഒരു 2-2.5 കൂടി പോയാൽ 3 ദിവസത്തേക്കുള്ള ചിക്കൻ ഉണ്ട്. കൂടിപ്പോയാലോ 1/2 കിലോ 1/2 കിലോ വെച്ചല്ലേ. ഇപ്പൊ 2.5 അല്ലേ കൈ കിടക്കുന്നത്? 2.5. അപ്പം ശരിയാ 3 ദിവസം ഇല്ല, 2.25 ദിവസം 2.25 ദിവസത്തേക്കുള്ളുണ്ട്. അത് കറക്റ്റ് എമൗണ്ട് ഇടാ. കാശിട്ടാ മതി. കുഞ്ഞി എല്ലാവർക്കും ഉമ്മ കിട്ടിയല്ലോ. ഹാപ്പിയാണല്ലോ. കുഞ്ഞോ ഈശ്വരാ, ഇനി ഒരു കടി കിട്ടുമെന്ന് തോന്നുന്നു. കണ്ടോ ഇപ്പം തരാന്ന്. പോവുകയാണോ. ഫസ്റ്റ് പ്രോട്ടീൻ നമ്മൾ കുഞ്ഞിനെ കൊടുക്കുന്നത്. അതെ, കുഞ്ഞ്. അയ്യോ ജിമ്മ് കുഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കാം. നമ്മുടെ കണക്കിൽ നിന്ന് കുറച്ച് പ്രോട്ടീൻ താണ്ട പോയി. അത് ഇവിടെ ഒരു വെട്ടം ഉണ്ടായിരുന്നല്ലോ. വിവരം അറിയും. മറ്റേ എടുത്തുകൊണ്ട് ഓടിപ്പോയി അങ്ങനെ കഴിക്കത്തുള്ളായിരിക്കും അല്ലേ. സോറി കേട്ടോ, ക്യാമറയുടെ കള് കഴിക്കത്തില്ല. ചാണ്ടി അതല്ലടാ ഞാൻ പറഞ്ഞത്. ഇനി ഇതെല്ലാം വിട്ടിട്ട് വേണം എനിക്ക് കാലറി എല്ലാം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വിടാൻ. എടാ എനിക്ക് വേറൊരു പാത്രം വേണടാ ഇത് കഴുകിയിട്ടിടാൻ. എന്നാൽ പിന്നെ ഇതിട്ട് കഴിയാൻ മതി. ഇത് കരളൊക്കെ ഉണ്ടായിരുന്നു. കിടക്കട്ടെ ഒരു ഗുമ്മിന്. അതിലിട്ട് കഴുകിയിട്ടൊരു രസമില്ല. രസമില്ലെന്ന്. നാളെ പോവാണോ? പലചരക്കടയിൽ 2 വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചി. ഇതിന് വലുപ്പമുണ്ടോ? കുക്കിംഗ് ഒക്കെ നമ്മൾ സീനാക്കിക്കുന്ന എല്ലാം ഷാൻജിയോടെ ഇരുന്ന്. അപ്പം നമ്മുടേതായ സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല. സാധനങ്ങളെല്ലാം ഇടുന്നു. പിന്നെ കുരുമുളകൊന്നും പൊടിയായിട്ടിരിക്കില്ല. അതുകൊണ്ട് കുരുമുളക് ഇട്ടങ്ങും അടിച്ചെടുക്കുന്നു. ഇവനിവിടെ വെളുത്തുള്ളിയുടെ അല്ലി പറിക്കുന്നു. പിന്നല്ലേ അത് ഇച്ചിരി കൂടി വലുത് വിഷയിക്കണം. ഇത് ഇത്തിരി പോകുന്ന ഈ സാധനം ഇന്ന് തീരാനാ.
ഇതേ ഉള്ളായിരുന്നു. ഇതെന്നതാ? ആ പെരുംജീരകം, ഇത് മതി. അത്രയും വേണ്ട. പെരുംജീരകം ഒരു 2 ടീസ്പൂൺ എന്ത് ചെയ്യും? ഇനിയുള്ള സാധനം കഴുകിയിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, വറുക്കാനാണത്. ആ, വറുക്കുന്ന രീതിയിൽ. മൈ ടൈം ഹാസ് കം, യു മസ്റ്റ് കണ്ടിന്യൂ യുവർ ജേർണി വിത്തൗട്ട് മീ, മാസ്റ്റർ ഉഗ്വി. ഇതിലിപ്പോൾ 1.5 കിലോ ഉണ്ട്. 3 പേർക്ക് 1/2 കിലോ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഊഹം ശരിയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ കുറച്ച് വേവിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, കാരണം ഇത്രയും വലിയ ചട്ടിയല്ലേ. അപ്പോൾ അടിയിൽ തീ ഇത്ര സ്ഥലത്ത് എത്തിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ മെയിൻ പ്രോട്ടീൻ സോഴ്സ്. അത് വേകാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 25 to 30 മിനിറ്റ്സ് എടുക്കും. ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വേഗത്തില്ല. അപ്പോൾ പാനിൽ ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ 3 to 4 മിനിറ്റ്സ് മാക്സിമം ഹൈ ഫ്ലെയിമിൽ ഇളക്കിയിട്ട് അപ്പോൾ ഒരു കോട്ടിങ് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് ഒത്തിരി വെള്ളം അതിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. ഇളക്കാനുള്ള ടൈമർ അടിച്ചു. എന്നിട്ട് ഞാൻ 25 മിനിറ്റ്സ് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ്. എന്നാൽ 5 മിനിറ്റ് കൂടുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആവുക ടൈം ആകുമ്പോൾ. അപ്പോൾ ഒരു ബോയിൽഡ് ടൈപ്പ് തന്നെ കിട്ടും അറൗണ്ട്. അപ്പോൾ അത് ആകട്ടെ, നമ്മുടെ എത്തപ്പോഴും കഴിക്കാം. വേറെ നമ്മൾ അറിയാമല്ലോ, ബസ്മതി റൈസൊക്കെ നാളെ മേടിക്കണം. ബസ്മതി റൈസ് മേടിക്കണം, മുട്ട നാളെ മേടിക്കണം. ഫൈനലി ഇറ്റ്സ് ടൈം. തീ ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് കാണും. ഓക്കെ, ഞാൻ സംഭവം കാണിക്കാം. ഇത് കണ്ടോ? ഇത് ഒരു പീസ് ഇപ്പുറത്തോട്ട് എടുത്ത് കാണിക്കാം. അമ്മേ, ചൂട് അനാവശ്യമായി പിടുത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് വെന്ത് കിട്ടും. ഉണ്ടോ? எங்கேயும் காதல் திரகளில் வந்து ஒவ்வொன்று பேச. ഒരു സവോള ജസ്റ്റ് നമ്മുടെ ചിക്കന് ഒരു ചെറിയ സൈഡായിട്ട് വെക്കാം. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇന്ന് മറ്റേ ബസ്മതി റൈസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഡയറ്റൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ബട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അത് വെച്ചങ്ങ് ചെയ്ത് തുടങ്ങി വെച്ചേക്കുക. കാരണം നമ്മൾ മറ്റേ തിങ്കളാഴ്ച തുടങ്ങാം, നാളെ തുടങ്ങാം, സാധനങ്ങൾ മേടിച്ചിട്ട് തുടങ്ങാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രസ് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അന്നൊരു കാര്യം ചെയ്തെങ്കിൽ അതും കൂടെ നമ്മുടെ പ്രോഗ്രസ്സിലോട്ട് ആഡാകും എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രോട്ടീൻ സോഴ്സിനുള്ള അത്യാവശ്യം എല്ലാം, രാവിലെ ബീഫ് കഴിച്ചതുകൊണ്ട് അറൗണ്ട് നമ്മൾ മുട്ട കഴിക്കേണ്ട ഈക്വലായിട്ടുള്ള എമൗണ്ട് അത്യാവശ്യം കഴിച്ച് തീർന്നായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നമ്മുടെ സാധാ മുട്ട റൈസ് വരുന്നുണ്ട്. അപ്പം മുട്ട റൈസും ചിക്കനും കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്നത്തേക്കുള്ള ഫുഡ് സെറ്റാണ്. അപ്പോൾ ബാക്കി ഇപ്പം മേടിച്ച ചിക്കൻ്റെ ബാക്കി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് 1/2 കിലോ അവനും 1/2 കിലോ എനിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കഴിഞ്ഞ് പിന്നെ അടുത്ത ചിക്കൻ മേടിക്കണം, പിന്നെ മുട്ട മേടിക്കണം നാളെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എല്ലാം സെറ്റാണ്. എൻ്റെ കണ്ണുകൾ ചിക്കൻ്റെ ഒരു ക്ലോസപ്പ് വേണ്ടേ? ഇതിങ്ങനെ കണ്ടോ? അത്യാവശ്യം ഇപ്പോൾ കളറുണ്ട്, വെട്ടമുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ മാത്രം ഇട്ടു. ഒരു 4-5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടു. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ്സിൽ 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി തുറന്നു അടച്ച് വെച്ച് അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്, നല്ലപോലെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതിൻ്റെ കൂടുതൽ നമ്മൾ രണ്ടാമതിൻ്റെ പകുതി ഇപ്പോൾ ഇത് മാത്രം കഴിക്കും. കുറച്ച് കഴിഞ്ഞതിനോട് കുറച്ച് റൈസും കഴിക്കും. ബാക്കി പ്രോപ്പർ ട്രാക്കിങ് കാര്യങ്ങളും എല്ലാം നാളെ.